3. ദുരന്ത നിവാരണ നിയമത്തിൻ്റെ സെക്ഷൻ 13 പ്രകാരം ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളുക. രണ്ടാം ഘട്ടത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ശേഷം നവംബർ 13 നൽകിയ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് റിപ്പോർട്ടിൽ പുനർനിർമ്മാണ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് 2221 കോടി രൂപ വേണ്ടിവരുമെന്ന് കണക്കാക്കുന്നു. ഈ ആവശ്യം പരിഗണിച്ച് ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ പുതിയ സ്കീമായ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൻഡോ പ്രകാരം പരമാവധി സഹായം നൽകുക. ദുരന്തമുണ്ടായി ഒരു മാസത്തിനുള്ളിൽ തന്നെ കേരളത്തിൻ്റെ ആദ്യ ആവശ്യം സംബന്ധിച്ച ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം പരിശോധിച്ച് ഈ ദുരന്തം ഒരു അതിതീവ്ര ദുരന്തമാണ് എന്ന് കണ്ടെത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ശുപാർശ നൽകിയിരുന്നു. ഹൈലെവൽ കമ്മിറ്റി കൂടാത്തതിനാൽ അടിയന്തര സ്വഭാവത്തോടെ പരിഗണിക്കേണ്ട ഈ ശുപാർശ 2 മാസം വെളിച്ചം കണ്ടില്ല. ഹൈലെവൽ കമ്മിറ്റി യോഗശേഷം സംസ്ഥാനത്തിന് അയക്കുന്ന കത്തുപോലും ഡിസംബർ മാസത്തിലാണ് നൽകിയത്. പ്രസ്തുത കത്തിലും അതിതീവ്ര ദുരന്തമാണോ എന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ നിരന്തര സമ്മർദ്ദത്തിനൊടുവിൽ ഇക്കഴിഞ്ഞ ദിവസം മാത്രമാണ് മേപ്പാടി ദുരന്തം ഒരു അതിതീവ്ര ദുരന്തമാണ് എന്ന് കേന്ദ്രം അംഗീകരിച്ച ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചത്. ദുരന്തമുണ്ടായി 2 മാസത്തിനുള്ളിൽ ഈ അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ UN സ്ഥാപനങ്ങൾ, NGOകൾ എന്നിവരിൽ നിന്നും ചില അധിക സാമൂഹ്യ സഹായം ലഭ്യമാക്കുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിലും മേപ്പാടിക്ക് ശേഷം ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ ഇത് ഇനി എത്ര കണ്ട് ലഭിക്കുമെന്ന് അറിയില്ല. ആ ഒരു അവസരമാണ് ഈ കാലതാമസത്തിലൂടെ പ്രയാസത്തിലാകുന്നത്. പക്ഷേ തുറന്നുള്ള ശ്രമം സംസ്ഥാനം നടത്തുക തന്നെ ചെയ്യും. ഈ കത്തിലൂടെ കേരളത്തിൻ്റെ പ്രാഥമിക ആവശ്യം അംഗീകരിച്ചതിനാൽ തുറന്നു കിട്ടുന്ന അവസരങ്ങൾ സംസ്ഥാനം വിനിയോഗിക്കുക തന്നെ ചെയ്യും. കേന്ദ്ര സഹായത്തോടെ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളിൽ 25% വരെ ദുരന്ത നിവാരണത്തിന് വിനിയോഗിക്കാനുള്ള സാധ്യത പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും. രണ്ടാമത്തത് SASCI സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതി വഴി ഇതുവരെ ഈ വർഷം കേരളത്തിന് ലഭിച്ച തുകയുടെ 50% അധികമായി ദുരന്ത നിവാരണത്തിനും ദുരന്തബാധിത മേഖലയിലെ പുനർനിർമ്മാണത്തിനും ആവശ്യപ്പെടാം. 3. MP ലീഡ്സ് രാജ്യത്തെ മുഴുവൻ MPമാരോടും മേപ്പാടി പുനർനിർമ്മാണത്തിന് തുക അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കാം. അത് ഒരു MPക്ക് 1 കോടി രൂപ വരെ അനുവദിക്കാവുന്നതാണ്. അവർ അനുവദിക്കേണ്ട കാര്യമാണ്. അങ്ങനെ അനുവദിക്കാൻ ഇതനുസരിച്ച് വ്യവസ്ഥയുണ്ട്. ഈ അവസരങ്ങളൊക്കെയും ഫലപ്രദമായി ഉപയോഗിക്കാൻ സർക്കാർ ശ്രമിക്കും. കോടതിയും കേരള സർക്കാരും നിരന്തരം ആവശ്യപ്പെട്ടപ്പോഴാണ് ഉന്നതതല കമ്മിറ്റി കൂടി 151 കോടി രൂപ അടിയന്തര സഹായമായി അനുവദിച്ചതെങ്കിലും കേരളത്തിൽ SDRFൽ തുക ലഭ്യമായതിനാൽ അധിക സഹായം നൽകില്ല എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും ഇത് ശരിയല്ല എന്ന് കണ്ട് ചില ശുപാർശകൾ കേന്ദ്രത്തിന് മുന്നിൽ പരിഗണനയ്ക്കായി നൽകിയിരിക്കുകയാണ്. നമ്മൾ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാന ആവശ്യവും സമൂഹത്തിന് ഏറ്റവും ആശ്വാസം നൽകുന്നതുമായ കാര്യം ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളുക എന്നതാണ്. 2005 പാർലമെൻറ്റ് പാസാക്കിയ ദുരന്ത നിവാരണ നിയമത്തിൽ സെക്ഷൻ 13 ഇത്തരമൊരു സാധ്യത ഉള്ളപ്പോഴും കേന്ദ്ര സർക്കാർ ദുരന്തബാധിതരുടെ കാര്യത്തിൽ നിസ്സംഗത പുലർത്തുകയാണ്. വയനാട് രാജ്യത്തെ 112 ആസ്പിറേഷൻ ജില്ലകളിൽ ഒന്നാണ്. സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള ജില്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ കണ്ടെത്തിയിട്ടുള്ള വയനാട് ജില്ലയിൽ അതിതീവ്രമായ ഒരു ദുരന്തം ഉണ്ടായിട്ടും ദുരന്തം ബാധിച്ച ജനങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളുക എന്ന പ്രാഥമികവും മനുഷ്യത്വപരവുമായ നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നില്ല. സെക്ഷൻ 13 നിയമപരമായ സാധ്യത വിനിയോഗിച്ച് ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ
കേന്ദ്രം തയ്യാറാകണമെന്നതാണ് കാതലായ വിഷയം. ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളണമെന്ന കേരളത്തിൻ്റെ ആവശ്യം പരിഗണിക്കുന്നതിന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരണമെന്നാണ് സംസ്ഥാനത്തിന് ഇക്കാര്യത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെടാനുള്ളത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ താലൂക്ക് തല അദാലത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സംഭവ വികാസങ്ങൾ ഉണ്ടായപ്പോൾ ചില ദിവസങ്ങൾ നീണ്ടുപോയിട്ടുണ്ട്. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഇതിൻ്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ പല ഘട്ടങ്ങളിൽ അദാലത്തുകൾ സംഘടിപ്പിച്ചിരുന്നു. മന്ത്രിസഭയുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ താലൂക്ക് തലത്തിൽ കരുതലും കൈത്താങ്ങുമെന്ന പേരിൽ അദാലത്ത് നടത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ താലൂക്ക് തലത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്തുകൾ ഫലപ്രദമായി സംഘടിപ്പിച്ചു. ഇതിലൂടെ നിരവധി പേരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞു. കലക്ട്രേറ്റിലെയും ബന്ധപ്പെട്ട താലൂക്കിലെയും പരാതിയുമായി ബന്ധപ്പെട്ട വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് അദാലത്തുകൾ നടന്നത്. വിഷയത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സമയബന്ധിതമായി തന്നെ പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതുവരെ 49 അദാലത്തുകളാണ് പൂർത്തീകരിച്ചത്. ഇനി 29 പൂർത്തീകരിക്കാനുള്ളത്. ഇന്നലെ വരെ അദാലത്തിലേക്ക് 36,931 പരാതികളാണ് ആകെ ലഭിച്ചത്. ഇതിൽ 12,738 പരാതികൾ തീർപ്പ് കൽപ്പിച്ചു. 19,253 പരാതികളിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. 4,940 പരാതികൾക്കാണ് അദാലത്തിൽ നടപടി സ്വീകരിക്കാൻ കഴിയാതെ വന്നിട്ടുള്ളത്. ഇതിൽ പകുതിയിലേറെ അദാലത്തിൻ്റെ പരിഗണനാ വിഷയങ്ങൾക്ക് പുറത്തുള്ളതും നിയമപ്രശ്നങ്ങളടക്കമുള്ളതും അദാലത്തിൻ്റെ സമയപരിധിയിൽ തീർപ്പാക്കാൻ കഴിയാത്തതുമാണ്. ഈ പ്രക്രിയ ഇവിടെ അവസാനിക്കുകയല്ല. പരാതികൾ പരിഹരിക്കാനുള്ള ശ്രമം കൂടുതൽ ശക്തമായി തുടരും.